ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും സന്തോഷമാണോ? ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന കർത്താവിനോട് നന്ദിയുള്ളവരാകാം. ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ഷെക്കേന ന്യൂസിലൂടെ നടത്തി വരുന്ന ഈറ്റുനോവിൻ്റെ കാലം 36-ാം ദിനത്തിലെ ശുശ്രൂഷയിലേക്കാണ് സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. കരം പിടിച്ച് നയിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഈ ശുശ്രൂഷകളിലൂടെ സ്വർഗം നമുക്ക് തന്ന കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തെയും കാലോചിതമായ കൃപാവരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. നിങ്ങളേവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സെഫാനിയയുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം വചനം. സെഫാനിയ പ്രവചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു, അതിവേഗം അത് അടുത്തു വരുന്നു. കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ്, ശക്തന്മാർ അപ്പോൾ ഉറക്കെ നിലവിളിക്കും. കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു, അതിവേഗം അത് അടുത്തു വരുന്നു. ഈ പ്രവചന വചനത്തിലൂടെ എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു, അതിവേഗം അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ പ്രത്യേകതകളും ആനുകാലിക സംഭവങ്ങളും ലോകത്തിലും സഭയിലും സംഭവിക്കുന്ന മാറ്റങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ പ്രാധാന്യതയേറിയ ഒരു കാലഘട്ടമാണ്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ പ്രാധാന്യമുള്ള ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വെളിപാടിൻ്റെ നാളുകളിലേക്ക്. മെയ് 13-ാം തീയതി ഇന്നലെ ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. ഫാത്തിമയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചന സന്ദേശമുണ്ട്. മക്കളെ, നിങ്ങൾ വെളിപാടിൻ്റെ കാലത്തിലാണ് ജീവിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് നിങ്ങളുടെ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലം വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈറ്റുനോവിൻ്റെ കാലം വെളിപാട് പുസ്തകത്തിൽ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന പ്രവചന സന്ദേശങ്ങളുടെ ഒരു സമയമാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. എൻ്റെ സഹോദരങ്ങളെ, സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. അക്രമവും ഭീകര പ്രവർത്തനങ്ങളും എല്ലാവിധത്തിലുള്ള ദുഷ്പ്രവർത്തികളും അനീതികളും വയലൻസും ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഈ അക്രമങ്ങളും ഭീകര സംഭവങ്ങളെല്ലാം നമ്മോട് എന്താ വിളിച്ചു പറയുന്നത്? സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് സമാധാനം
എടുത്തു മാറ്റുവാൻ അതിന് അധികാരം നൽകപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും ലോകരാജ്യങ്ങളിലേക്കും നമ്മുടെ സഭയിലേക്കും നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ഒരു അസമാധാനമാണ്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. വെളിപാട് പുസ്തകം 1:5 പറയാണ്, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ, അതാരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായവൻ ആരാണ്? നമ്മുടെ യേശുവാണ്. അവനിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്ന് യോഹന്നാൻ ശ്ലീഹ ആശംസിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുവിലൂടെ ലഭ്യമായിരിക്കുന്ന കൃപയും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് അത് ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും കർത്താവായ യേശുവിന്റെ കൃപയും സമാധാനവും നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ശുശ്രൂഷയുടെ 36-ാം ദിനത്തിൽ കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ പൂരിതരാകുവാൻ, കർത്താവിന്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ നമ്മൾ കഴുകപ്പെടുവാൻ, കർത്താവായ യേശുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അത്ഭുത അഭിഷേകത്താൽ പൂരിതരാകുവാൻ. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു മനസ്സോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, കാലത്തെ വ്യാഖ്യാനിക്കുവാൻ ജ്ഞാനം തരണമേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ അഭിഷേകം നൽകണമേ, കൃപകൾ നൽകണമേ. ആഗ്രഹത്തോടെ വിളിക്കട്ടെ, യേശുവേ, ഈശോയേ, പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ആത്മീയ ജ്ഞാനം തരണമേ, സ്വർഗത്തിന്റെ ആലോചനകൾ നൽകണമേ, പരിശുദ്ധാത്മാവിന്റെ പ്രവചന ദൂതകൾ നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗം നൽകുന്ന ഈ നവമായ അഭിഷേകത്തിനായി കർത്താവായ യേശുവിൽ നിന്ന് വ്യാപരിക്കുന്ന കൃപയും സമാധാനം സ്വന്തമാക്കിക്കൊണ്ട് ഒന്ന് ചേർന്ന് കരമുയർത്തി വിളിക്കുന്നു, ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്ന് എല്ലാവരും വിളിച്ച്, സ്വർഗീയ ജ്ഞാനത്തിന് വേണ്ടി വിളിച്ച്, ആത്മാവിന്റെ കൃപാദാനങ്ങൾക്ക് വേണ്ടി വിളിച്ച്, പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചന സന്ദേശങ്ങൾക്കായി വിളിച്ചു പ്രാർത്ഥിച്ച്, ആത്മാവേ വരണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. Come Holy Spirit, come Holy Spirit, anoint, anoint. Hallelujah, hallelujah, hallelujah. Oh, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ, ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആത്മാവേ വരണമേ. Spirit move. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭയിലേക്ക് കാലഘട്ടത്തിന് അഭിഷേകമായി ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു പിടിച്ച് എല്ലാവരും ഒരു മനസ്സോടെ ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ആത്മാവേ, വ്യക്തിപരമായി, കുടുംബമായി, കൂട്ടായ്മയായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. Anoint, 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 Holy Spirit. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മാവേ വരിക. ആലോചിതമായ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അഭിഷേകം ചെയ്യുക. ആത്മനദിയാൽ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ.
അഭിഷേകത്തിനായി ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംഘ തുറന്നൊരൊറ്റ പിടി പരിശുദ്ധാത്മാവേ, കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള അഭിഷേകം പകരണമേ. കാലോചിതമായ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആത്മരക്ഷയ്ക്കും ആത്മാക്കൾ രക്ഷയ്ക്കുമായി ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കരങ്ങളടിച്ച് ആത്മനിറവോടെ നമ്മൾ ഒന്നിച്ച് പാടി ആരാധിക്കുന്നു. ആമേൻ, ആമേൻ. പവർ, പവർ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ആമേൻ, ആമേൻ. പവർ, പവർ. ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഈ കാലഘട്ടത്തിൽ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ആത്മാവേ, റുഹായേ, വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തിരുസഭയിലേക്ക് കൃപയായി വരണേ. സംഭവിക്കട്ടെ. അനേകർ ശുദ്ധീകരിക്കപ്പെടട്ടെ. അനുതാപം ഉണ്ടാകട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ആത്മാവേ, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവേ വരണമേ. സ്തുതിക്കുന്നു. ഹൃദയത്തിന് കെട്ടുകളടിയട്ടെ, അതരത്തിന് കെട്ടുപൊട്ടട്ടെ. ജീവിതത്തിന്മേൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ബന്ധന കുരുക്കുകൾ യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സ്തുതിക്കുന്നു. കാലഘട്ടത്തിന് അഭിഷേകം ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ആത്മാവേ പകരണമേ. റിലീസ്. സ്തുതിക്കുന്നു. ഓ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. സ്നേഹം വർദ്ധിപ്പിക്കണമേ. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. പ്രത്യാശയോടെ ഏറ്റുപറഞ്ഞേ. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. വ്യക്തിപരമായി കർത്താവായ യേശുവിലും തിരുസഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളിലും വിശ്വാസ സത്യങ്ങളിലുമുള്ള നമ്മുടെ വ്യക്തിപരമായ വിശ്വാസം നമ്മൾ ഉച്ചത്തിൽ ബോധപൂർവം പ്രഖ്യാപിക്കുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവിൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ അമ്മ മാതാവേ,
വിശ്വസ പിതാവ് സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഈറ്റുനോവിൻ്റെ കാലം ഈ ശുശ്രൂഷയിൽ നമ്മൾ കഴിഞ്ഞ 35 ദിവസങ്ങളിലായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷ സ്വർഗം നമുക്കായി നൽകിയതിൻ്റെ പുറകിൽ മറ്റൊന്നുമല്ല, ആത്മാവിൻ്റെ രക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ടാണ് ഈ ശുശ്രൂഷ നമ്മെ സ്വർഗം പരമേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യ ദിനത്തിൽ തന്നെ പങ്കുവച്ചിരുന്നു, ഈ ശുശ്രൂഷയിലൂടെ പ്രധാനമായും 4 നിയോഗങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുകയാണ്. ഒന്നാമതായി നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ആത്മരക്ഷയാണ്. രണ്ടാമതായി നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണ്. മൂന്നാമതായി നമ്മുടെ സഭയുടെ നവീകരണമാണ്. നാലാമതായി ലോക സുവിശേഷവൽക്കരണമായി. ഈ 4 നിയോഗങ്ങൾക്കായി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതിലൂടെ ആത്മാവിൻ്റെ രക്ഷയും ആത്മാക്കളുടെ രക്ഷയും സാധ്യമായി തീരണം. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിനോട് ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ തീരുമാനങ്ങളും സമർപ്പണവും നിങ്ങൾ അറിയിക്കുക. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ത്യാഗമെടുക്കുവാൻ ദൈവസന്നിധിയിൽ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു മടിയും കൂടാതെ സ്നേഹത്തോടെ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഒപ്പം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ, മക്കളുടെ വിശുദ്ധീകരണം, ജീവിത പങ്കാളിയുടെ മാനസാന്തരം, കുടുംബത്തിൻ്റെ നിത്യജീവൻ, ലോക സുവിശേഷവൽക്കരണം, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നിയോഗങ്ങൾ നമുക്കൊക്കെ ഉണ്ട് സഹോദരങ്ങളെ. നമ്മുടെ നിയോഗങ്ങൾ എന്തുമാവട്ടെ ഈ വാട്സപ്പ് നമ്പറിലേക്കും, അതുപോലെ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. 24 മണിക്കൂറും ടീം ഷെക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം ദൈവസന്നിധിയിൽ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഒരുക്കത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. നമ്മളിന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ലോകത്തിൽ കാണുന്ന പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ, കലുഷിതമായ സാഹചര്യങ്ങൾ, പാപമ്ലേച്ഛതയുടെ വർധനവ്, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, ദൈവനിഷേധങ്ങൾ എന്നു വേണ്ട നമ്മളിന്ന് കാണുന്ന വിനാശകരമായിട്ടുള്ള എല്ലാ വിപത്തുകളും കർത്താവ് പറയാണ്, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ഇപ്രകാരം ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 24:3 എന്താണ് കർത്താവിനോട് ചോദിച്ചത്? അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. വളരെ നിർണായകമായൊരു ചോദ്യമാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. യുഗാന്ത്യത്തിൻ്റെ അടയാളം അങ്ങ് ഞങ്ങളെ അറിയിക്കണമേ. കർത്താവ് പല അടയാളങ്ങളും പറയുകയാണ്. ഈ ദിനങ്ങളിൽ നമ്മൾ ഈ കാലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ നിന്നും സഭാപ്രബോധനങ്ങളിൽ നിന്നും ധ്യാനിക്കുകയായിരുന്നു. ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കർത്താവ് വളരെ പ്രത്യേകമായി ഒരു അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഈ കാലത്തിൻ്റെ 3 പ്രത്യേകതകൾ നമ്മൾ കാണുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ഇത് ഉഗ്രമായ മതപീഡനത്തിൻ്റെ കാലമാണ്. ഈറ്റുനോവിൻ്റെ കാലം മതപീഡനത്തിൻ്റെ കാലമാണ്. വിശ്വാസത്തെ പ്രതിയുള്ള പീഡനം. രണ്ടാമത്തെ പ്രത്യേകത,
പ്രകൃതിക്ഷോഭങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. മൂന്നാമത്തതിൽ നമ്മൾ കാണുന്ന പ്രത്യേകത, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശുശ്രൂഷകൾ ശക്തിപ്പെടുന്ന സമയമാണിത്. പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. വളരെ പ്രാധാന്യമുള്ള ഈ കാലത്തിൻ്റെ 3 പ്രത്യേകതകൾ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്ക് തരികയാണ്. അതിലൊന്നാമത്തെ പ്രത്യേകത നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9-ാം വചനത്തിലാണ്. ഉഗ്രമായ മതപീഡനം. നമ്മുടെ കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ കർത്താവ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. രണ്ടാമത് കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ വധിക്കും. മൂന്നാമത് ഈശോ പറഞ്ഞു, എൻ്റെ നാമനിമിത്തം സർവ ജനങ്ങളാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും, നിങ്ങൾ ദേഷിക്കപ്പെടും. സർവജനങ്ങളാൽ നിങ്ങൾ ദേഷിക്കപ്പെടും. അതിലൊന്നാമതായി കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പീഡനത്തിനായി ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കണമേ. കർത്താവായ യേശുവിനെ പ്രതിയും കർത്താവിൻ്റെ വചനത്തെ പ്രതിയും തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ പ്രതിയും ഓരോ ദിവസവും 100 കണക്കിന് നമ്മുടെ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങളാണ് ലോകത്തിൻ്റെ പല ദിക്കുകളിലും പീഡനങ്ങൾ ഏൽക്കുന്നത്. പലരും രക്തസാക്ഷികളായി മരിക്കുന്നത്. പലരും നിന്ന് അപമാനങ്ങൾ ഏറ്റെടുത്ത് അവർ ദുഷിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ പ്രവചന വചനം ആശ്ചര്യമായി ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, ആദിമ സഭയേക്കാൾ ഉഗ്രമായ പീഡനത്തിലൂടെയാണ് ആധുനിക സഭ കടന്നു പോകുന്നത്. യുഗാന്ത സഭ അത് പീഡിത സഭയാണ്. നമ്മൾ ആഫ്രിക്കൻ സഭയിലോട്ട് നോക്കുക, ആഫ്രിക്കൻ സഭ പീഡിത സഭയാണ്. ഭാരത സഭയും ഒരു തരത്തിൽ പീഡിത സഭയായി മാറുന്നു. മധ്യപൂർവേഷ്യയിലെ സഭകൾ പീഡിത സഭകളാണ്. ലോകത്തിൽ അനേകം ഇടങ്ങളിലെ സഭാ സമൂഹങ്ങൾ പീഡിത സഭകളാണ്. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ മഹത്തരമായി വചനം ആശ്ചര്യകരമായി ഈ തലമുറയിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോസ്തല പ്രവർത്തനം 4:3 നമ്മൾ കാണുന്നുണ്ട്. ആദിമ സഭയിൽ അവിടെ എന്താ സംഭവിച്ചത്? അവരെ പിടികൂടി സന്ധ്യ ആയതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. ഇന്ന് ഇതിനേക്കാൾ ശക്തമായ വിധത്തിൽ എത്രയോ രാജ്യങ്ങളിൽ, നമുക്കറിയോ നോർത്ത് കൊറിയ അവിടെ നമുക്കറിയാം മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നാണ് ആ രാജ്യം അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വധിക്കപ്പെടും, അല്ലെങ്കിൽ കഠിനമായ ജയിൽ ശിക്ഷയാണ്. പിന്നെ പരലോകവുമായി ഒരു ബന്ധവുമില്ല. ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വധിക്കപ്പെടും, അല്ലെങ്കിൽ കഠിനമായ ജയിൽ ശിക്ഷ. നോർത്ത് കൊറിയ ഏകദേശം നിങ്ങൾ ചിന്തിക്കണം, 30,000 ക്രിസ്ത്യാനികൾ ഇപ്പോഴും ജയിലുകളിലും ലേബർ ക്യാമ്പുകളിലുമായി ഇപ്പോൾ കഴിയുന്നുണ്ട് സഹോദരൻ. നോർത്ത് കൊറിയയിൽ 30,000-ഓളം ക്രൈസ്തവരെ. ഇത് ഒഫീഷ്യലായി കണക്കാണ്. നോർത്ത് കൊറിയയിൽ ക്രൈസ്തവനാണെന്ന് അറിഞ്ഞാൽ മരണത്തിന് വിധിക്കപ്പെടും, അവനെ കൊന്നുകളയും. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമല്ല. നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൽ വടക്കേ കൊറിയയിൽ സംഭവിക്കുന്ന കണക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, അവർ ജയിലിൽ അടച്ചു. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 8:1 നമ്മൾ എന്താ കാണുന്നത്? കർത്താവായ യേശുവിനെ പ്രതി
അവിടുത്തെ വചനത്തെ പ്രതി എന്ത് സംഭവിച്ചു? ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. ഇന്ന് എത്രയോ ഇടങ്ങളിൽ, എത്രയോ രാജ്യങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. മാനസികമായ പീഡനങ്ങൾ, ശാരീരികമായ പീഡനങ്ങൾ ഇന്ന് ഒരുപാട് ക്രൈസ്തവർ അനുഭവിക്കുന്ന ഒരു കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണമേ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിലോട്ട് വരിക. 13-ാം അധ്യായം 50-ാം വചനത്തിൽ എന്താണ് തിരുവെടുത്ത് പറയുന്നത്? എന്നാൽ യഹൂദർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർന്നബാസിനും എതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുകൊണ്ടു. പൗലോസിനെതിരെ, ബർന്നബാസിനെതിരെ പീഡനം ഇളക്കിവിടുകയാണ്. അവർ ആ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുക. ഉഗ്രമായ പീഡനങ്ങളിലൂടെ അപ്പോസ്തലന്മാർക്ക് കടന്നു പോകേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമ്മൾക്കൊരു കംഫർട്ട് സോണിലാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ എത്രയോ ഇടങ്ങളിൽ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിനെ പ്രതി, യേശുവിൻ്റെ വചനത്തെ പ്രതി, തങ്ങൾ സ്വീകരിച്ച സത്യവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയാണ് ഓപ്പൺ ഡോഴ്സ് വേൾഡ് വാച്ച് ലിസ്റ്റ് എന്നാണ് ആ സംഘടനയുടെ പേര്. നിങ്ങൾ മനസ്സിലാക്കണം, ആ സംഘടന പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ലോകത്തിൽ 317 ദശലക്ഷം ക്രൈസ്തവർ അതിരൂക്ഷമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. 317 ദശലക്ഷം ക്രൈസ്തവർ അതിരൂക്ഷമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. 2023 ഏകദേശം 4998 ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടു. 2023 14,766 ദേവാലയങ്ങളും ക്രൈസ്തവ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. ഓപ്പൺ ഡോഴ്സ് വേൾഡ് വാച്ച് ലിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, 2023 4,125 ക്രൈസ്തവർ തടവിലാക്കപ്പെട്ടു. 2023 ഈ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2,95,120 ക്രൈസ്തവർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവർ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുവിനെ പ്രതി, തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ പ്രതി എത്രയോ 10,000 ജനലക്ഷങ്ങളാണ് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ഈ കണക്കുകള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചല്ല. റീസെന്റ് നമ്മളായിരിക്കുന്ന ഈ സമയത്ത്, നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ സംഭവിക്കുന്ന ക്രൈസ്തവ പീഡനത്തെക്കുറിച്ചാണ് ഇവിടെ ഈ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ പീഡിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 12-ാം വചനത്തിൽ ഇതേ വചനം നമ്മുടെ കർത്താവ് ആവർത്തിക്കുകയാണ്. ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. ഈശോ, എത്ര ഷാർപ്പാ കർത്താവിൻ്റെ വാക്കുകൾ! ഇതൊക്കെ സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് അവർ നിങ്ങളെ പിടികൂടും. ഇന്ന് ലോകത്തിൽ ഏകദേശം 136ഓളം തീവ്രവാദ സംഘടനകളുണ്ട്. തീവ്രവാദ സംഘടനകൾ, അതിൽ 90% ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. നമുക്കറിയാതെ ഏതാണെന്ന്. മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, ഇതിൽ നല്ലൊരു ശതമാനം തീവ്രവാദ സംഘടനകളും ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ,
ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കുവാൻ അവർ വളരെ വളരെ ഘോരഘോരമായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ രാജ്യങ്ങളിൽ ഇതുപോലെ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ സഹോദരി സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇത് സ്വർഗത്തിന്റെ വേദനയെ സഹോദരങ്ങളെ. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. വീണ്ടും നമ്മുടെ കർത്താവ് ആ വചനത്തിൽ പറഞ്ഞു, അവർ നിങ്ങളെ വധിക്കും, അവർ നിങ്ങളെ വധിക്കും. മത്തായിയുടെ സുവിശേഷം 24:9 നമ്മൾ കണ്ടു, അവർ നിങ്ങളെ വധിക്കും, അവർ നിങ്ങളെ വധിക്കും. ആദിമ സഭയിൽ നമുക്കറിയാം അതികഠോരമായ രക്തസാക്ഷിത്വങ്ങളുണ്ടായി. നീറോയുടെ കാലഘട്ടത്തിൽ ട്രാജൻ, ഹാൻഡ്രിയൻ, സെപ്തിമിയൂസ്, ദേച്ചിയൂസ്, വലേറിയൻ, ഡയക്ലിഷ്യൻ ഇവരെല്ലാം റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരായിരുന്നു. ഇതിൽ ഏറ്റവും അധികം നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പത്രോസ് ലീഗായും പൗലോസ് ലീഗായും ഒക്കെ രക്തസാക്ഷിത്വം ഭരിച്ചത് നീറോയുടെ കാലഘട്ടത്തിലാണ്. ലക്ഷക്കണക്കിന് നമ്മുടെ ക്രൈസ്തവരാണ് കർത്താവായ യേശുവിനെ പ്രതി, സത്യവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം ഭരിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് കാണാം, വത്തിക്കാൻ ചെല്ലുമ്പോൾ ആ കൊളോസിയം നമ്മൾ കാണുന്നുണ്ട്. 10,000-കണക്കിന് ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ അവിടെ കർത്താവിന് വേണ്ടി രക്തം ചിന്തി മരിച്ച പുണ്യഭൂമിയാണ്, അഭിഷേകം മണ്ണാണ് ആ കൊളോസിയത്തിൽ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 59-60 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ വചനം പറയുന്നത്? അനന്തരം അവർ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. തിരുസഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് എസ്തഫാനോസ്. സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നൈജീരിയയിലെ ദെബോറ സാമുവേൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പെൺകുട്ടി, നമ്മുടെ ഒരു പൊന്നുമോള്, നമ്മുടെ ഒരു കുഞ്ഞ് അനുജത്തി ദെബോറ സാമുവേൽ എന്ന് നിങ്ങൾ നോക്കിക്കേ. ആ പിക്ചർ നിങ്ങൾ നോക്കിക്കേ. എല്ലാവരും ഒന്ന് വായിച്ച്. ആഫ്രിക്കൻ രാജ്യമായി നൈജീരിയയിലെ മതനിന്ദ ആരോപിച്ച് മതഭ്രാന്തരായ സഹപാഠികളുടെ ക്രൂരമായ മർദ്ദനത്തിനും കല്ലേറിനും ഇരയായി കൊല്ലപ്പെടുകയും, കല്ലെറിഞ്ഞു കൊന്നവളെ അതിനുശേഷം മൃതദേഹം ചുട്ടരിക്കപ്പെടുകയും ചെയ്ത ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിനിയാണ് ദെബോറ സാമുവേൽ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആ പൊന്നുമോളെ ഓർത്ത് വിശ്വാസത്തോട് ഉണർവോട് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതുപോലെ ആയിരക്കണക്കിന് ദെബോറ സാമുവേൽമാർ ഇന്ന് കർത്താവായ യേശുവിനെ പ്രതി, തങ്ങൾ സ്വീകരിച്ച സത്യവിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് സഹോദരങ്ങളെ. ഈറ്റുനോവിന്റെ കാലം. ഈ അടുത്തയിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരിലേക്ക് കയറി വന്ന അക്രമി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വന്യ വൈദികനെ കഴുത്തറത്തു കൊന്നു. ഒരു വൈദികനെ കുത്തിക്കൊന്നു. ഈ അടുത്ത നാളുകളിൽ ഓസ്ട്രേലിയയിൽ നമുക്കറിയാം, വളരെ പ്രശസ്തനായുള്ളൊരു ബിഷപ്പ്, സിറിയൻ ബിഷപ്പാണ് മാറി. അദ്ദേഹത്തെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏപ്രിൽ 15 സിറിയൻ ഓസ്ട്രേലിയൻ ബിഷപ്പ് മാറി ഇമ്മാനുവേൽ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ടീനേജർ, അവൻ ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് അവിടുത്തെ ഗവൺമെന്റ് വെളിപ്പെടുത്തി, അൾത്താരിയിൽ വെച്ച് കുത്തിക്കൊല്ലാൻ തീവ്രവാദ ശ്രമം നടന്നു. കുത്തിക്കൊല്ലുക, 10-18ഓളം കുത്തുകൾ കിട്ടി. അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ വന്യ പിതാവ് പറഞ്ഞു, ഞാൻ ആ മകനോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവായ യേശു എന്നെ ക്ഷമിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവനോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒത്തിരി ടീനേജേഴ്സിനെ തീവ്രവാദ ചിന്താഗതിയിൽ അടിമപ്പെട്ട് ഇതുപോലെ ആക്രമണ സ്വഭാവമുള്ള പല ടീനേജേഴ്സിനെ അവർ അറസ്റ്റ് ചെയ്ത് റെയ്ഡ് ചെയ്ത് പിടിച്ചു ഓസ്ട്രേലിയൻ ഗവൺമെന്റ്. കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ വധിക്കും. എൻ്റെ സഹോദരങ്ങളെ, എത്രയെത്രയോ സംഭവങ്ങൾ ഇതുപോലെ കർത്താവായ യേശുവിനെ പ്രതി, അവൻ്റെ വചനത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച എത്രയോ ജീവിതങ്ങൾ നമുക്ക് കാണാം.
മൂന്നാമത് വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? മൂന്നാമതെന്താ ഈശോ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24:9 നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ അടുത്ത നാളുകൾ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്ത് ലാറ്റിൻ അമേരിക്കൻ രാജ്യം, ആ രാജ്യത്തിൻ്റെ പേര് നിക്കാരഗോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ രാജ്യത്ത് അവിടെ എന്താ സംഭവിച്ചത്? ഏകദേശം 2 പിതാക്കന്മാർ 2023 മാത്രം നിക്കാരഗയിൽ കാരണമായി അറസ്റ്റ് ചെയ്ത് 2 മെത്രാന്മാരെ കൊണ്ടുപോയി. 15ഓളം വൈദികർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ആഫ്രിക്കയിലെ അവിടുത്തെ ജനസംഖ്യയിൽ 1/5 കർത്താവായ യേശുവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുകയാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ആഫ്രിക്കയിൽ 1/5 എന്ന നിരക്കിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. ഏഷ്യയിലോ നമ്മളായിരിക്കുന്ന നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ എത്ര പേരാ? ഏഷ്യയിൽ 2/5 എന്ന നിരക്കിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. 2/5 എന്ന നിരക്കിലാണ് ക്രൈസ്തവരെ പീഡിപ്പിക്കപ്പെടുന്നത്. വിശ്വാസത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ ഈശോ പഠിപ്പിച്ചത്? എൻ്റെ നാമനിമിത്തം എല്ലാ ജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. സഹോദരങ്ങളെ, ഇന്ന് ക്രൈസ്തവ വിരുദ്ധത ലോകവ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുക. കോവിഡ് എന്ന മഹാമാരിയേക്കാൾ വലിയ വേഗതയിലാണ് ഈ ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ഒരു ദേശത്തോ രാജ്യത്തോ മാത്രമല്ല, ലോകവ്യാപകമായി ഗ്ലോബൽ ലെവലിൽ അതിന്ന് ഒരുപാട് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. കർത്താവായ യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നത് ഒരു സന്തോഷമായി, അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ മിഷണറിമാരെ പീഡിപ്പിക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, വിശ്വാസികളെ നശിപ്പിക്കുന്നത്, അവർ ഉന്മൂലനം ചെയ്യുന്നത്, അവർ ഇല്ലാതാക്കുന്നത് ഇന്നൊരു രസമായി, ഒരു ട്രെൻഡായി അനേകമിടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ പ്രവചന വചനം നമ്മളായിരിക്കുന്ന നാളുകളിൽ അത് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാമനിമിത്തം പറഞ്ഞ്, എൻ്റെ നാമം പറഞ്ഞേ, എൻ്റെ നാമം. അല്പം കൂടി സ്വരത്തിൽ അത് ഗ്രഹിച്ചുകൊണ്ട്, ആ പ്രവചന വചനത്തിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ്, എൻ്റെ നാമം. കർത്താവ് എന്താ പറഞ്ഞ്? എൻ്റെ നാമം നിമിത്തം. ആരെല്ലാം ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തെ വിശ്വാസത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നവോ, സ്നേഹത്തോടെ വഹിക്കുന്നവോ, ആരെല്ലാം ആ നാമത്തെ ധീരതയോടെ ഉയർത്തുന്നവോ, അവർക്കെല്ലാം പീഡനങ്ങളുണ്ട്. അവർ ദ്വേഷിക്കപ്പെടും, അവർ പരിഹസിക്കപ്പെടും, അവർ അപമാനിക്കപ്പെടും, അവർ മാറ്റി നിർത്തപ്പെടും. യേശു പറഞ്ഞു, അസ്വസ്ഥനാകേണ്ട. നമ്മുടെ അമ്മ മാതാവ് മെക്സിക്കോയിൽ ഗുഡലൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജുവാൻ ഡീഗിയോട് അമ്മ പറഞ്ഞ ആ വാക്ക് ഇന്ന് നമ്മെ നോക്കി നമ്മുടെ അമ്മ ആവർത്തിക്കുകയാണ്. എന്താണ് പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. നിങ്ങളുടെ അമ്മയായി ഞാൻ കൂടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിന് കീഴിലല്ലേ? ഒന്നുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകുകയോ ആകുലപ്പെടുകയോ ചെയ്യരുത്. ആവേ മരിയ. ഈ പീഡനങ്ങളും കർത്താവായ യേശുവിനെ പ്രതിയുള്ള രക്തസാക്ഷിത്വവും ഈശോയുടെ നാമത്തെ പ്രതിയുള്ള അവഹേളനങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും സഹനങ്ങളും തേജോവധങ്ങളും ഒറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ അമ്മ എന്താ പറയുന്നത്? നിങ്ങൾ അസ്വസ്ഥരാകരുത് എൻ്റെ മക്കളെ, നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങൾ അമ്മയായി ഞാൻ കൂടെ ഇല്ലേ? ഒന്നുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ്. ഹല്ലേലൂയ. കരമടിച്ച് നമ്മുടെ അമ്മ മാതാവിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിനുള്ള ബന്ധത്തിൽ എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? ഈ വചനം പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയം ആത്മാവിൻ്റെ ആനന്ദം കൊണ്ട് നിറയ. സഹോദരങ്ങളെ, നമ്മൾ രക്തസാക്ഷ്യത്തെ ഭയപ്പെടേണ്ട. കർത്താവായ യേശുവിനെ പ്രതിയുള്ള പീഡനങ്ങളിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതിയുള്ള അപമാനങ്ങളിൽ, പരിഹാസങ്ങളിൽ, ദുഷിപ്പുകളിൽ നമ്മൾ വേദനിക്കേണ്ട. വലിയ പ്രതിഫലമാണ്
അപ്രകാരമുള്ള ആത്മാക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വചനങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്നെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാം വചനം പറയുന്നു, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അവർ ഇപ്രകാരം തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സഹോദരങ്ങളെ, നമ്മൾ തളർന്നു പോകണ്ട, നമ്മൾ ഭയവിഹ്വലരാകേണ്ട, നമ്മൾ പിന്മാറിപ്പോകേണ്ട. നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കരങ്ങളാണ്. കർത്താവിൻ്റെ അഭിഷിക്ത കരങ്ങളുടെ കീഴിലാണ് നമ്മൾ. ഈശോ തൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നമ്മൾ മറച്ചിരിക്കും. നമ്മൾ അവൻ്റെ ചങ്കിൻ്റെ ഉള്ളിലാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര വിലപ്പെട്ടവരാണ്, എത്ര വിലപ്പെട്ടവരാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തെ പ്രതി പീഡനങ്ങളേൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ സഹോദരങ്ങളെ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശുവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി ഉണ്ടാകുന്ന പീഡനങ്ങൾ മൂലം വേദനിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന, പീഡനത്തിലായിരിക്കുന്ന, കൊടിയ ദുരിതത്തിലായിരിക്കും നമ്മുടെ എല്ലാ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടെ, നമ്മൾ എവിടെ ആയിരുന്നാലും ഒരു മനസ്സോടെ കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. വിളിച്ചു വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചത്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16:13 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. എല്ലാവരും നെറ്റു പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വീണ്ടും വെളിപാട് പുസ്തകം 13-ാം അധ്യായം 9-10 വചനങ്ങളിൽ ആത്മാവ് നമ്മോട് വെളിപ്പെടുത്തുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്ത ഉഗ്രമായ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവ് മുന്നമേ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ആ മഹാപീഡനത്തിൻ്റെ, മഹാക്ലേശത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് സഹോദരങ്ങളെ. തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകട്ടെ. വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകണം. അനേകർ വാളുകൊണ്ട് വധിക്കപ്പെടും എന്ന് പറയാൻ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് എന്ത് വേണമെന്ന് പറയുന്നത്? ഇവിടെയാണ് വിശുദ്ധരുടെ സകല ശക്തിയും വിശ്വാസവും ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരു സമയത്ത്, ഈറ്റുനോവിന്റെ ഈ ഒരു കാലത്താണ് സഹോദരി സഹോദരങ്ങളെ, സഭാ മക്കൾക്ക്, ദൈവജനത്തിന് സകല ശക്തിയും കർത്താവായ ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും, അടിയുറച്ച വിശ്വാസവും, അടിയുറച്ച വിശ്വാസവും. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രക്തസാക്ഷിത്വത്തിന്റെ അഭിഷേകം തരണമേ, രക്തസാക്ഷിത്വത്തിന്റെ ആത്മാവിനെ പകരണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, വിശ്വാസത്തിൽ സ്ഥിരീകരിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇവിടെയാണ് കർത്താവിന്റെ ജനത്തിന് സകല ശക്തിയും അടിയുറച്ച വിശ്വാസവും ആവശ്യമായിരിക്കുന്നത്. സഹോദരങ്ങളെ, മഹാപീഡനത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. മഹാക്ലേശങ്ങളുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ എത്ര എത്ര അർത്ഥവത്താണ്, എത്ര അർത്ഥവത്താണ്.
ഈ കാലത്തിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് ഇത് പകർച്ചവ്യാധികളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും കാലം. എൻ്റെ സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് ആധുനിക സയൻസ് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ആഗോള താപനം കൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. പലയിടങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നു, പലയിടങ്ങളിൽ കഠിന ശൈത്യം വരുന്നു, ഋതുക്കളിൽ മാറ്റം വരുന്നു, കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വരുന്നു. പലപ്പോഴും പല വിധത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നു, കഠിന വരൾച്ച വരുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ടാണെന്ന് സയൻസ് പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട് സഹോദരങ്ങളെ. ഇതിനൊരു കാരണം എന്താ? മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനോട് മറുതലിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചം, ഈ പ്രകൃതി മനുഷ്യനോട് മറുതലിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങളായി, വരൾച്ചയായി, ക്ഷാമമായി, സുനാമിയായി, മറ്റു പല വിധത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസായി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 24-ന്റെ 4-5 വചനങ്ങളിൽ ആത്മാവ് എന്താ പറയുന്നത്? ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. എന്താ കാര്യം? അതിലെ നിവാസികൾ നിമിത്തം ഭൂമി അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നത്? എന്തുകൊണ്ടാ ഈ പ്രപഞ്ചത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്, ഋതുക്കൾക്ക് മാറ്റം സംഭവിക്കുന്നത്? ദൈവത്തിന് തിരുവെടുത്ത് പറയാണ്, മനുഷ്യർ കർത്താവിൻ്റെ വചനത്തെ ലംഘിക്കുന്നു. ഡിസൊബീഡിയൻസ്, ദൈവവചനത്തോട് കാണിക്കുന്ന നിരന്തരമായ അനുസരണക്കേട്, സൃഷ്ടാവായ ദൈവത്തോടുള്ള മറുതലിപ്പ്, ഗർവോടെയും അഹങ്കാരത്തോടു കൂടെ ദൈവത്തെ വെല്ലുവിളിക്കുന്നു, ദൈവത്തെ നിഷേധിക്കുന്നു. തന്മൂലം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു. അതിലെ നിവാസികൾ നിമിത്തം, നമ്മുടെ പാപങ്ങൾ നിമിത്തം, അശുദ്ധികൾ നിമിത്തം. തന്മൂലം എന്ത് സംഭവിക്കുന്നു? 20-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു. ഭൂമി ഉന്മത്തനെ പോലെ പലയിടങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഭൂകമ്പങ്ങള്, ലോക ചരിത്രത്തിൽ പല ഭൂകമ്പങ്ങൾ നടന്നിട്ടുണ്ട് സഹോദരങ്ങൾ. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ തീവ്രത ഒരുപാട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി എത്രയോ ഇടങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, നൂറുകൾ ആയിരങ്ങൾ മരണപ്പെടുന്നു, പലയിടങ്ങളിലും തീവ്രമായ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു. ഈ അടുത്ത നാളുകളിൽ തന്നെ പല സ്ഥലങ്ങളിലും ശക്തമായ ഭൂകമ്പങ്ങളുണ്ടായി. ഇതിൻ്റെ തീവ്രത ഇന്ന് കൂടി വർദ്ധിച്ചു വരികയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂകമ്പങ്ങളെക്കുറിച്ച് കേൾക്കും. ഭൂകമ്പങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ന്റെ 7 എന്താണ് കർത്താവ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24-ന്റെ 7 നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഭൂകമ്പങ്ങളുണ്ടാകും. ഇവിടെ വചനം പറയുന്നു, ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു. അടുത്ത വചനം എന്താ പറയുന്നത്? കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും വെളിപാട് പുസ്തകത്തിലോട്ട് നമുക്ക് വരാം. വെളിപാട് പുസ്തകം, അവിടെ 6-ാം അധ്യായം, വെളിപാട് പുസ്തകം 6-ാം അധ്യായം 7-8 വചനങ്ങൾ ശ്രദ്ധിച്ച്. അവൻ 4-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 4-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. തുടർന്ന് എന്താ പറയുന്നത്? ഞാൻ നോക്കിയതാ ഒരു വിളറിയ കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നതിന് മരണമെന്ന് പേര്. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4-1
അവർക്ക് അധികാരം ലഭിച്ചു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ, പകർച്ചവ്യാധികളുടെ, ക്ഷാമത്തിൻ്റെ, ക്ലേശങ്ങളുടെ ഒരു കാലത്തിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. പൗലോസ് പറഞ്ഞു, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും, ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആ സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മൾ എന്തുമാത്രം ആത്മീയ കരുത്ത് പ്രാപിക്കണം, നമ്മൾ എന്തുമാത്രം നമ്മുടെ ആത്മരക്ഷ ഉറപ്പ് വരുത്തി ജീവിക്കണം, അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം. കർത്താവിനോട് ചേർന്നിരുന്ന് അവിടുത്തെ സ്നേഹത്തിൽ ദിനംതോറും വളരുവാൻ നമ്മൾ എന്തുമാത്രം ജാഗ്രതയുള്ളവരാകണം. ഈ അടയാളങ്ങളൊക്കെ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും, ഇത് വിശുദ്ധീകരണത്തിൻ്റെയും ഇവാഞ്ചലൈസേഷൻ്റെയും സമയമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും സ്വർഗം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 11-ാം വചനത്തിൽ എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? ലൂക്ക 21:11 ഈശോ പറഞ്ഞു, വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും, ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങൾ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും. ഭൂകമ്പങ്ങൾ മാത്രമല്ല, ക്ഷാമങ്ങൾ. സഹോദരങ്ങളിൽ ഇന്ന് അനേകം ഇടങ്ങളിൽ കടുത്ത ക്ഷാമമാണ്, ഭക്ഷ്യക്ഷാമങ്ങൾ, വെള്ളം കിട്ടാതെ ഉള്ള വരൾച്ച, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. സയൻസ് പറയുന്നത് ഇത് വർദ്ധിച്ചു വരും. ഹഗായി പ്രവചനം 1:11 ആത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുക. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. വീണ്ടും ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 6, 7, 8 വചനങ്ങൾ. ഈ പ്രവചന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച്, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. തമാശ രീതിയിൽ പറയും, പല്ലിന് പണിയില്ല എന്ന് പറഞ്ഞത് ദാരിദ്ര്യം, ക്ഷാമം. പല്ലിന് പണിയില്ല, ഭക്ഷണമില്ല. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന്റെ തരി പോലും ഇല്ലാതാക്കി. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, എന്നിട്ട് നിങ്ങൾ അനുതപിച്ചില്ല, എന്നിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, നിങ്ങൾ എൻ്റെ അരികിലേക്ക് മടങ്ങി വന്നില്ല. ഇത് സ്വർഗത്തിന്റെ വേദനയാണ്. സഹോദരി സഹോദരങ്ങളെ, ഈ അടയാളങ്ങളിലൂടെയൊക്കെ എന്താ സ്വർഗം പറയുന്നത്? അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പാപം വിട്ടുപേക്ഷിക്കുക, കർത്താവിലേക്ക് മടങ്ങി വരിക. ജീസസ് ജീസസ്, ഹല്ലേലൂയ. 7-ാം വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. 7-ാം വചനം, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി. കേട്ടോ, പലയിടങ്ങളിൽ മഴ പെയ്യുന്നില്ല, കഠിനമായ വരൾച്ച, കൊടും വരൾച്ച, കഠിന ചൂട്. നമ്മുടെ എന്തൊരു ചൂടായിരുന്നപ്പോൾ 2-3 മഴയൊക്കെ കിട്ടിയപ്പോൾ ചെറിയൊരു ആശ്വാസം നമുക്ക്. ഇതുവരെ നമ്മൾ കാണാത്ത കൊടും ചൂട്. അതിന് വിളിക്കുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ശരിയാണത്, നമ്മളതൊന്നും നിഷേധിക്കുന്നില്ല, ശാസ്ത്രീയമായതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവവചനത്തിന് ഒരു അടിസ്ഥാന കാരണമുണ്ട്. വചനത്തിൽ അടിസ്ഥാന കാരണമുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയകാഠിന്യം, ദൈവത്തോടുള്ള അഹങ്കാരപൂർവമായ മറുതലിപ്പ്, ദൈവത്തോടുള്ള അനുസരണക്കേട്, ദൈവനിഷേധം, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, പാപം, മ്ലേച്ഛതകൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്രയും ഭാരമേറിയതാണ്. അതിനാൽ ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു. എത്ര കൃത്യ ദൈവത്തിന്റെ വചനം! ഇത് മാറ്റമില്ലാത്ത വചന. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. 7-ാം വചനം വീണ്ടും വായിച്ച്, ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക, നല്ല മഴ,
അവിടുന്ന് 2 മിനിറ്റ് കഴിയണ്ട, ഒരു മഴയിലൊന്നുമില്ല. അവിടെ മഴ ഇങ്ങനെ തൂളി നിന്ന് അത് പെട്ടെന്ന് കഴിഞ്ഞു. എന്നാൽ 1 മിനിറ്റ് മുൻപ് യാത്ര ചെയ്ത സ്ഥലത്ത് ശക്തമായ മഴ. ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊന്നിൽ മഴ പെയ്ച്ചില്ല, മഴ പെയ്യുന്നില്ല. ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു. 8-ാമത്തെ വചനം എന്താ പറയുന്നത്? 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി. അവിടെ അവർക്കൊരു അത് തൃപ്തിയാവോളം ലഭിച്ചില്ല. ഇത്രയൊക്കെ ആയിട്ടും കർത്താവ് പറയും, എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. ഇതുപോലെയുള്ള ചില തകർച്ചകള്, ഇതൊക്കെ ദൈവസ്നേഹത്തിന്റെ താക്കീതുകളാ. നമ്മൾ നശിക്കാനല്ല, നമ്മൾ ഈ ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തിന്റെ താക്കീതുകളാണ് ഈ അടയാളങ്ങളെല്ലാം. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. ഇത് കർത്താവിന്റെ വേദനയാ സഹോദരങ്ങളെ. സ്വർഗം നിലവിളിക്കുകയാ. എന്തുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നില്ല? ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല? വീണ്ടും വീണ്ടും ഫറവോയുടെ ഹൃദയം കഠിനമായതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ ഹൃദയം കഠിനമാക്കുന്നു? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയം, ഈറ്റുനോവിൻ്റെ കാലം കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയമാണ്. പ്രകൃതിക്ഷോഭങ്ങള് ലൂക്കായുടെ സുവിശേഷം 21:25 വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ, സുനാമി, അതൊക്കെയാണ് സുനാമി എന്ന് പറയുന്നത്. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. നമ്മൾ കണ്ടു, നമ്മുടെ കാലത്ത് സുനാമി കണ്ടു, കോവിഡ് കണ്ടു, എന്തൊക്കെ നമ്മൾ കണ്ടത്. ഇനി എന്തൊക്കെ കാണാൻ പോകുന്നത് സഹോദരങ്ങളെ, നമുക്കറിയില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കരുണയിലേക്ക് അതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. ഇനിയും എന്തൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്, നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിക്കണം. നമ്മൾ മാനസാന്തരത്തിലേക്ക് വരണം. നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യണം. കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. അനേക ആത്മാക്കളെ വീണ്ടെടുക്കണം പിശാചിന്റെ പിടിയിൽ നിന്ന്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതിന് തയ്യാറാണോ നമ്മൾ? ആർ യു റെഡി? തയ്യാറാണോ? തയ്യാറുള്ളവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്. എന്താ മാർപ്പാപ്പ പറഞ്ഞത്? നിങ്ങൾ ദൈവഹിതം പിന്തുടരുകയാണെങ്കിൽ എത്ര ഭയാനകമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാലും കണ്ടു, എന്തൊക്കെ പീഡനങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, സഹനങ്ങളാകട്ടെ, വേദനകളാകട്ടെ നിങ്ങൾക്ക് സംഭവിച്ചാലും അന്തിമമായ ഒരു അഭയം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഒരു മനുഷ്യന് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താലും നിങ്ങളെ സ്നേഹിക്കുന്നവനിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഇതൊരു പ്രൊഫറ്റിക് വേർഡ് പ്രിയപ്പെട്ടവരെ, ഒരു പ്രവചനത്തിന്റെ വാക്കാണിത്. സഭയെ ഉത്തേജിപ്പിക്കാൻ, സഭാ മക്കളെ ശക്തീകരിക്കുവാൻ, ദൈവജനത്തെ അഭിഷേചിക്കുവാൻ ബെനഡിക്ട് 16 മാർപ്പാപ്പയിലൂടെ, ആ വന്യ പിതാവിലൂടെ സ്വർഗം തന്ന പ്രവചന വാക്കുകളാണിത്. നമ്മളൊന്നിനെയും ഭയപ്പെടാൻ, അസ്വസ്ഥരാകേണ്ട. കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നമ്മൾ ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ മറയ്ക്കുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. നന്ദി കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ. ആമേൻ, 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 ആമേൻ. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞു,
ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധൻ പ്രവചനാത്മാവിൽ പ്രവചിച്ച് സഭയോട് പറയുകയാണ്, മറിയത്തിൻ്റെ വിശ്വസ്തദാസർക്കും മക്കൾക്കും എതിരായി നിശ്ചിത മർദ്ദനവും ചതിയും ഉഗ്രപീഡനങ്ങളും അവനാരാ? പിശാച്. അവൻ അഴിച്ചുവിടും. മേരി സുതരെ അന്ത്യകാല പ്രേക്ഷിതരാണ് അവർ പരിശുദ്ധ അമ്മയുടെ സൈന്യനിരയാണ്. അവരെ അടിപ്പെടുത്തുക വിഷമമാണെന്ന് പിശാചിനറിയാം, അവനറിയാം. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഞങ്ങളോട് പറയുകയാണ്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ സെൻഡ് ചെയ്യുക. ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഈ 4 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തീരുമാനമുള്ള, സമർപ്പണമുള്ളവരെ അവരുടെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ അറിയിക്കുക. ഒപ്പം വ്യക്തിപരമായ നമ്മുടെ കുടുംബത്തിൻ്റെ, കുടുംബാംഗങ്ങളുടെ പൊതു നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും ടീം ഷെക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം പ്രാർത്ഥിക്കുന്നുണ്ട്. വെറും വാക്ക് പറയല്ല, ഉറപ്പ് തരികയാണ്, ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായി സന്തോഷത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ നമ്മൾ പൊതുവായി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിങ്ങളുടെ തീരുമാനങ്ങളും സമർപ്പണങ്ങളും അതുപോലെ പൊതു നിയോഗങ്ങളും നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലും യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലത്തിൻ്റെ 3ാമത്തെ മറ്റൊരു പ്രത്യേകത, ഈറ്റുനോവിൻ്റെ കാലം. ഈ കാലത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന 3ാമത്തെ സവിശേഷതയാർന്ന ഒരു പ്രത്യേകതയാണ്, ഈ മഹാക്ലേശങ്ങളുടെ കാലത്ത് മുഖ്യ ദൂതന്മാരുടെ സഹായവും സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ. പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖ സാത്താനെതിരെ ഈ കാലഘട്ടത്തിൽ പട നയിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ് വിശുദ്ധ മിഖായേൽ. ഈ നിർണായക യുദ്ധത്തിൽ, ഈ അന്തിമ യുദ്ധത്തിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമെതിരെ ദൈവജനത്തെ, തിരുസഭയെ നയിക്കുന്ന സ്വർഗത്തിൻ്റെ രാജകുമാരനാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. അവൻ സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ്, അവൻ പ്രധാന ദൂതനാണ്. അപ്പോൾ പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. മറക്കരുത് സഹോദരങ്ങളെ, മറക്കരുത്. ദാനിയേൽ പ്രവചനം 12:1 നാം വചനത്തിൽ കാണുന്നുണ്ട്, അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ഉഗ്രമായ പീഡനങ്ങൾ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഉഗ്രമായ പീഡനങ്ങൾ അന്നുണ്ടാകും. എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ ആ പീഡനത്തിൻ്റെ നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ മഹാക്ലേശത്തിൻ്റെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇത് വെറും വാക്ക് പറയുകയല്ല. ദാനിയേൽ പ്രവചനം 12:1 വ്യക്തമായി പറയാണ്, ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ക്ലേശങ്ങള്, കഷ്ടതകള്, പീഡനങ്ങള് അന്നുണ്ടാകും. പക്ഷെ നമ്മൾ അസ്വസ്ഥരാകണ്ട, ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ മുന്നേ നിന്ന് നയിക്കുവാൻ മുഖ്യ ദൂതന്മാരുടെ സഹായവും സാന്നിധ്യവും ഉണ്ടാകും. വിശുദ്ധ മിഖായേൽ അന്ന് എഴുന്നേൽക്കും. ദൈവജനത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സഭയെ സംരക്ഷിക്കുവാൻ, സഭയെ നയിക്കുവാൻ, സഭയെ ബലപ്പെടുത്തുവാൻ മുഖ്യ ദൂതരുടെ സഹായം പ്രത്യേകമായി കർത്താവ് അങ്ങ് പകരുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാള് വെളിപാടിൻ്റെ കാലമാണ്. വെളിപാട് 12:12 കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. വെളിപാട് പുസ്തകം അവിടെ 12-ാം അധ്യായം 7-8 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്. വെളിപാട് 12:7 അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട്, ആരായി സർപ്പം? പിശാചാണ്. പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. 9-ാം വചനത്തിൽ പറയാണ്, ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോട് കൂടി അവൻ്റെ ദൂതന്മാരും അവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു.
ഇന്ന് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ചുരുങ്ങിയ സമയം അവശേഷിച്ചുള്ളെന്ന് അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് പ്രവർത്തിക്കുന്ന കാലം. ഈ മഹാക്ലേശത്തിൻ്റെ, ഈ ദുരിതത്തിൻ്റെ, പീഡനത്തിൻ്റെ ഈ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റാഫേലിൻ്റെയും സഹായവും സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും സെന്റ് മൈക്കിളിനോടുള്ള പ്രാർത്ഥന ചൊല്ലണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ പോലും മുടക്കരുത്. 2-3 പ്രാവശ്യം ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും മിഖായേൽ മാലാഖയോട് ചേർന്ന് ആ ജപം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. നമുക്കറിയാമില്ലേ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും. ആ പ്രേരണ നിങ്ങൾക്ക് അറിയാലോ. അറിയാത്തവരാ നിങ്ങളത് സംഘടിപ്പിക്കണം. നമുക്ക് ആ പ്രയർ എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവരുടെ കയ്യിൽ ആ പ്രാർത്ഥനയുണ്ട്. മിക്ക ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ആ പ്രാർത്ഥന, ആ ജപം അച്ചടിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ഇടവകകളിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഇടവക ജനം ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലണം. നമ്മുടെ സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി. പിശാച് ആക്രമിക്കുന്നൊരു കാലമാണ്. സഭയെ ആക്രമിക്കുന്നു, കുടുംബങ്ങൾ ആക്രമിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നു, നമ്മുടെ തലമുറകളെ മലിനപ്പെടുത്താൻ നോക്കുന്നു, നമ്മുടെ സമർപ്പിതരെയും വൈദികരെയും കൃപയിൽ വീഴ്ത്താൻ നോക്കുന്നു. അപ്പോൾ ഒരുപാട് ഈ കാലഘട്ടത്തിൽ മുഖ്യദൂതരുടെ സഹായവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ. അപ്പം സെൻറ്റ് മൈക്കിളിനോടുള്ള ജപം നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം, സമൂഹമായി പ്രാർത്ഥിക്കണം. തീരുമാനിച്ചവരെ വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ ഉച്ചത്തിൽ ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം. അതിനുള്ള കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. ഇത് മഹാക്ലേശത്തിൻ്റെ കാലമാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ ഈ കാലഘട്ടത്തിലെ സഭാമക്കളായി നമുക്ക് നൽകുന്ന പ്രവചന സന്ദേശം എന്താണ്? ഇത് സ്വർഗത്തിൻ്റെ പ്രവചനമാണ്. ഇത് ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ്. അവിടെ നൽകുന്ന സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. മഹാദുരിതത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ നിങ്ങളെ ഇവരെയും മാതൃവിശേഷമാർന്ന വാക്കുകളിലൂടെ ഞാൻ നയിക്കുന്നു. ഈ മഹാദുരിതത്തിന്റെ നീതമായ അടയാളങ്ങൾ സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി മാറും. ഇത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മഹാക്ലേശത്തിൻ്റെ ദൂതന്മാരെ. ആ മഹാക്ലേശത്തിൻ്റെ ദൂതന്മാരാണ് വിശുദ്ധ മിഖായേല്, വിശുദ്ധ ഗബ്രിയേല്, വിശുദ്ധ റാഫേൽ. നോക്കി നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി. നമ്മുടെ മുഖ്യദൂതന്മാർ നിൽക്കണ കണ്ടോ? ദൈവമേ, ഇവിടെ സാന്നിധ്യം നമുക്ക് വേണം. ഈ പീഡന നാളുകളിൽ, ഈ ക്ലേശപൂർണമായ സമയങ്ങളിൽ സെൻറ്റ് മൈക്കിൾ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ഗബ്രിയേൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെക്കുറിച്ച് എന്താണ് സ്വർഗം നമ്മോട് പറഞ്ഞിരിക്കുന്നത്? ഗബ്രിയേൽ, റാഫയേൽ, മിഖായേൽ എന്നിവർ നിങ്ങളുടെ കാലത്തിൻ്റെ ദൂതന്മാരാണ്. അവർ ഈ അന്ത്യകാല ശുദ്ധീകരണത്തിൻ്റെയും മഹാക്ലേശത്തിൻ്റെയും ദൂതന്മാരാണ്. അവർ നിങ്ങളുടെ കാലത്തിൻ്റെ ദൂതരാണ്. പരീക്ഷയുടെയും മഹാപീഡനത്തിൻ്റെയും കാലത്തെ ഒരു പ്രത്യേക കർത്തവ്യം ഞാൻ അവരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മഹാപീഡനത്തിൻ്റെയും പരീക്ഷയുടെയും ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ ദൗത്യം ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം പറയാണ്. എൻ്റെ സെൻറ്റ് മൈക്കിളിനെ കുറിച്ച് എന്താണ് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ തിരുത്ത് നൽകുന്ന പ്രവചനം? സാത്താൻ്റെയും തിന്മയുടെയും വിശ്വവിശാലമായ തോതിൽ ഏകമക ശക്തിയായി സകല തിന്മകളും ദൈവത്തിനും അവിടുത്തെ ക്രിസ്തുവിനും എതിരായി സംഘടിതമായിരിക്കുന്നു. എല്ലാ തിന്മകൾക്കുമെതിരെ എൻ്റെ വിശ്വസ്ത മക്കളുടെ സംഘത്തെ ഈ നിർണായക യുദ്ധത്തിൽ നയിക്കുവാനുള്ള ചുമതല മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മിഖായേലിനെ ഓർത്തൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ,
മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ വീണ്ടും, പൊരുതണമേ വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മുഖ്യദൂതരെ രണ്ടാമത്തെ ഒരു മുഖ്യദൂതനാണ് ആര്? സെന്റ് റാഫേൽ മാലാഖ. റാഫേൽ മാലാഖയെ കുറിച്ച് എന്താണ് നൽകപ്പെടുന്നത്? ഈ സമയത്ത് നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം, മഹായുദ്ധത്തിൽ ഈ പീഡനത്തിന് ക്ലേശത്തിന് നാളുകളിൽ രോഗാസ്തരെയും നിങ്ങൾ മനസ്സിലാക്കണം, പിശാചേൽപ്പിക്കുന്ന മാനസിക മുറിവുകൾ, ശാരീരിക മുറിവുകൾ, ആത്മീയമായ അസ്വസ്ഥതകൾ, ഇങ്ങനെ ഒരുപാട് നമ്മൾ ഇന്ന് രോഗാസ്തരാണ്. പലവിധ മുറിവുകൾ, രോഗങ്ങൾ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. ആത്മീയ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ മൂലം, സാത്താൻ്റെ തിരിച്ചടികൾ മൂലം, അവൻ്റെ ആക്രമണങ്ങൾ മൂലം, അവൻ്റെ ചതികൾ മൂലം, അങ്ങനെ മുറിവേറ്റവരെയും രോഗബാധിതരായവരെയും സുഖപ്പെടുത്താനും നിങ്ങളെ സഹായിക്കുവാനുമായി ഒരു സ്വർഗീയ വൈദ്യനായി പങ്കെടുക്കുന്ന ദൗത്യമാണ് മുഖ്യദൂതനായ വിശുദ്ധ റാഫേലിനെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തോബിത്തിനെ റാഫേൽ കാഴ്ച തിരികെ കൊടുത്തതുപോലെ പാപങ്ങളാലും തെറ്റുകളാലും നിങ്ങളുടെ ദിവസങ്ങളിലെ വലിയ അന്ധകാരത്താലും അന്ധരാക്കപ്പെട്ട എൻ്റെ ദശലക്ഷം സാധു മക്കൾക്ക് അവൻ കാഴ്ച നൽകും. അങ്ങനെ അവർ ഒരിക്കൽ കൂടി സത്യത്തിൻ്റെ ദൈവീക പ്രതാപം വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ സെന്റ് റാഫേലിൻ്റെ മാധ്യസ്ഥം തേടണം. ആത്മീയ സൗഖ്യം, മാനസിക സൗഖ്യം, സൗഖ്യത്തിൻ്റെ മാലാഖയാണ് സെന്റ് റാഫേൽ. യുദ്ധത്തിൻ്റെ മാലാഖയാണ് സെന്റ് മൈക്കിൾ. ഇനി സെന്റ് ഗബ്രിയേലിനെ കുറിച്ച് എന്താ പറയുന്നത്? എൻ്റെ മകൻ്റെ ആദ്യ വരവിൻ്റെ സ്വർഗീയ വിളംബരം ഗബ്രിയേലിലൂടെ വന്നതുപോലെ യേശുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിൻ്റെയും തേജസ്വിയായ സന്ദേശവാഹകൻ ഒരിക്കൽ കൂടെ അവനായിരിക്കും. ഈ മഹാകർത്തവ്യമാണ് മുഖ്യദൂതനായ വിശുദ്ധ ഗബ്രിയേലിന് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് എന്താണ് സ്വർഗം പറയുന്നത്? സ്വർഗം പറയുകയാണ്, എല്ലാം തൻ്റെ അധീനയിലാക്കാൻ തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതാപത്തിൽ യേശു വാനമേഘങ്ങളിൽ അധികാരത്തിലും തേജസ്സിലും രണ്ടാമത് വരും. ഇക്കാരണത്താൽ വിശ്വാസത്തോടും വലിയ പ്രത്യാശയോടും നിങ്ങൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മഹാക്ലേശത്തിൻ്റെ ഈ നിർണായക ദിനത്തിൽ ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുവാനും നിങ്ങൾ അന്ത്യകാല സംഭവങ്ങളുടെ നടുവിൽ താങ്ങി നിർത്തുവാനുമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ 3 മുഖ്യ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ അഭയം തേടുകയും അവരാദരിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മുഖ്യദൂതന്മാരെ ഓർത്ത് ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ ക്ലേശപൂർണമായ സമയത്ത്, പീഡനത്തിന്റെ നാളുകളിൽ, ദുരിതത്തിന്റെ നാളുകളിൽ, ഈറ്റുനോവിന്റെ കാലത്ത് മുഖ്യദൂതന്മാരുടെ സഹായം തരണമേ, മുഖ്യദൂതരുടെ സാന്നിധ്യം തരണമേ, മുഖ്യദൂതന്മാരുടെ ശുശ്രൂഷ നൽകണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ. ശക്തിയോട് ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. ഈ 36-ാം ദിനത്തിലെ ഈറ്റുനോവിന്റെ കാലം എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടത് ഈ കാലത്തിൻ്റെ 3 പ്രത്യേകതകൾ. 1, ഉഗ്രമായ മതപീഡനത്തിൻ്റെ നാളുകളാണിത്. 2, പ്രകൃതിക്ഷോഭങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും കാലമാണിത്. 3, മഹാക്ലേശത്തിൻ്റെ ഈ കാലം, മുഖ്യദൂതന്മാരുടെ ശുശ്രൂഷകൾ പ്രത്യേകമായി നമുക്ക് നൽകപ്പെടുന്ന കാലമാണിത്. ഈ സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാം. കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകളായി, ആത്മാവിൽ തീ പിടിച്ചവരായി, തീയുള്ളവരായി കർത്താവിന് സഭയ്ക്കുമായി നമുക്കുണരാം. ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. ആമേൻ. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് സഹോദരങ്ങളെ. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
ജൂൺ മാസം 30-ാം തീയതി മുതൽ ജൂലൈ മാസം 5-ാം തീയതി വരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ഡുനാമിസ് പവർ റിട്രീറ്റ് നടത്തപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം. എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി പരിശുദ്ധാത്മ ശക്തിയിൽ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ അന്ത്യകാല പ്രേക്ഷിതരായി കർത്താവിന് സഭയ്ക്കുമായി ഉണർന്ന് അനേകം ആത്മാക്കളെ ഈശോയ്ക്കായിട്ട് നേടുന്ന, സഭയ്ക്കായി വീണ്ടെടുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി സ്വർഗം നമ്മളെ മാറ്റുന്നൊരു ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ റിട്രീറ്റ്. നിങ്ങളുടെ മക്കളെയും യുവജനങ്ങളെല്ലാം പറഞ്ഞു വിടുക. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വരണം, അന്യ വൈദികർ പങ്കെടുക്കണം. അതുപോലെ കുടുംബമായിട്ട് നിങ്ങൾ വരിക. അപ്പൻ അമ്മയും മക്കളൊക്കെ പറ്റുന്ന ഒരു കുടുംബമായി വന്ന്, നമുക്കറിയാം യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് താമസിക്കാൻ. നമുക്കവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 30-ാം തീയതി ജൂൺ 4 മണിക്ക് ആരംഭിച്ച് ജൂലൈ 5 രാവിലെ 9 മണിക്ക് വെള്ളിയാഴ്ച കഴിയും. അവിടെ ബുക്കിംഗ് നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ shekinah.news.tv നിങ്ങൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ടീം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകളൊക്കെ വിളിച്ച് റിസർവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, പല പ്രാവശ്യം പറയാറുണ്ട്, നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. സഹോദരങ്ങളെ, നമുക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധി ഷെക്കൻ ന്യൂസിനുണ്ട്. നമുക്കറിയാം പൊതുവെ എല്ലാ ഇടങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നടത്തിപ്പ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഓരോ മാസവും നമുക്ക് ഭീമാകാരമായി ലക്ഷങ്ങളുടെ ചിലവുള്ള, ഏകദേശം 50-60 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും. അതുകൊണ്ട് തന്നെ കഴിയുന്നത് പോലെ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും ഈ അടുത്ത ദിവസങ്ങൾക്ക് പലരും വന്ന് ഇവിടെ സഹായിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. അവർക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു തുകകൾ, പക്ഷെ ആ വിധവയുടെ കൊച്ചു കാശ് പോലെയുള്ള ആ സമർപ്പണം ഈ മാധ്യമ ശുശ്രൂഷ ഒരുപാട് ബലപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പേ, അവിടെ ആ ഗൂഗിൾ പേ നമ്പറുണ്ട്. അതുപോലെ നമ്മുടെ ഷെക്കൻ ന്യൂസിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ നിങ്ങൾക്ക് ആ ഗൂഗിൾ പേ ചെയ്യാം. കഴിയുന്നത് പോലെ 500, 1000, 5000, 10000, 50000 ഇനി അതിന് മുകളിലോ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങളെ സഹായിക്കുക. പണമില്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ തളർന്നു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കറിയാം, നമുക്ക് ഇവിടെയുള്ള ഇത്രയും സ്റ്റാഫുകൾ, ശുശ്രൂഷകർ, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം, സാറ്റലൈറ്റ് റെൻറ്റ് കൊടുക്കണം, പലർക്കും നമുക്ക് കാരേജ് ഫീ കൊടുക്കണം, പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓരോ പ്രോഗ്രാമിൻ്റെ പുറകിലുള്ള ഒത്തിരി അതിന് വേണ്ട സാമ്പത്തിക ക്രമീകരണങ്ങൾ, ഓഫീസ് റണ്ണിങ്, ഇങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. നിങ്ങൾ കൈനീട്ടി സഹായിക്കണം. ഇത് നഷ്ടപ്പെട്ടു പോകരുത്. ഇത് നിലനിർത്തിക്കൊണ്ട് കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കുമായി മാധ്യമ ശുശ്രൂഷയെ നിലനിർത്തി കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻറ്റീൻ വർക്ക് ഈ അടുത്ത നാളുകളിൽ ഒരു 7-8 പേര് അതിനു വേണ്ടി കുറച്ച് സഹായങ്ങൾ ചെയ്തു തന്നു. ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ അവരെ ഈ ശുശ്രൂഷയിലൂടെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ക്യാൻറ്റീൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ വേണ്ടി അവർ കുറച്ച് സഹായങ്ങൾ തന്നു. നമ്മളത് ആരംഭിക്കുകയാണ്. ഇനിയും അതിലേക്ക് നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. കഴിയുന്നത് പോലെ നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് അത് ഈശോയ്ക്ക് സഭയ്ക്കുമായി സമർപ്പിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള സപ്പോർട്ടും കരുതലും സ്നേഹവും ആവശ്യപ്പെടുകയാണ്.